എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. സർക്കിൾസ് ആൻഡ് ആംഗിൾസ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ആർക്സ് ആൻഡ് ആംഗിൾസ്. എന്താണ് ആർക്ക്, എന്താണ് ആർക്കിലുണ്ടാക്കുന്ന ആംഗിൾ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. ഈ സർക്കിളിലെ 2 പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ 2 ആർക്ക് കിട്ടും. ഈ ആർക്കിന്റെ ഓൾട്ടർനേറ്റ് ആർക്കാണിത്, ഈ ആർക്കിന്റെ ഓൾട്ടർനേറ്റ് ആർക്കാണിത്. ഈ ആർക്ക് സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ ആർക്ക് തന്നെ അതിന്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ആർക്കിലെ ഒരു പോയിന്റിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആംഗിളാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ആർക്ക് അതിന്റെ എൻഡ് പോയിന്റിൽ നിന്ന് സെന്ററിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ അതിന്റെ സെൻട്രൽ ആംഗിൾ കിട്ടും. ആ ആർക്കിന്റെ ബാക്കിയുള്ള അതായത് റിമൈനിങ് പാർട്ട് ഓഫ് ദി സർക്കിൾ അത് ഓൾട്ടർനേറ്റ് ആർക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ഓൾട്ടർനേറ്റ് ആർക്കിലെ ഒരു പോയിന്റിൽ ഈ ആർക്കിന്റെ എൻഡ് പോയിന്റിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ആംഗിൾ അതാണ് ഇത്. അതായത് ഈ ആർക്കിൽ വരച്ചിരിക്കുന്ന ആംഗിളാണിത്. ഇതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിന്റെ സെൻട്രൽ ആംഗിളാണിത്. ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ 106 ആണ്. അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിലെ ആംഗിൾ 53 ഡിഗ്രി എന്നൂടെ കാണും. അപ്പൊ 106ന്റെ ഹാഫ് ആണ് 53. അപ്പൊ ഈ ആംഗിൾ ഒന്ന് മാറ്റി നോക്കാം. നമുക്ക് ഈ ആംഗിൾ ഒന്ന് മാറ്റി നോക്കുമ്പോൾ കണ്ടാകാം 82. 64ന്റെ ഹാഫ് 32. ഇനി ഒന്നുകൂടെ മാറ്റി നോക്കാം. 50യുടെ ഹാഫ് 25. 140യുടെ ഹാഫ് 70. അതായത് ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ മാറുന്ന അനുസരിച്ച് അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിലെ ആംഗിൾ മാറും. അതെപ്പോഴും ഈ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും. സെൻട്രൽ ആംഗിളിന്റെ ഹാഫാണ് ആംഗിൾ ഇൻ ദി ഓൾട്ടർനേറ്റ് ആർക്ക്. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി ഇത് നമുക്ക് മൂവ് ചെയ്യിക്കാൻ കേട്ടോ. അതിന്റെ ഓട്ടോമാറ്റിക്കലായിട്ട് ഇതിന്റെ മെഷർ വരുന്നതാണ് കേട്ടോ. 86ന്റെ ഹാഫ്, 82ന്റെ ഹാഫ്, അങ്ങനെ ഓരോന്നിങ്ങനെ മാറി ഇവിടെ മാറുന്നതനുസരിച്ച് അതിന്റെ ഹാഫായിട്ട് ഇത് മാറുന്നതായിട്ട് കാണാം. അപ്പോൾ ആംഗിൾ ഇൻ ആൻ ആർക്ക് ഈസ് ഹാഫ് ദി സെൻട്രൽ ആംഗിൾ ഓഫ് ഇറ്റ് ഓൾട്ടർനേറ്റ് ആർക്ക് എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ അതെങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഒരു സർക്കിൾ വരച്ചു. ആ സർക്കിളിൽ ഒരു ആർക്ക് വരച്ചിട്ടുണ്ട്. ആ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിലെ ആംഗിൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിന്റെ സെന്റർ പേര് കൊടുത്തു. OO ഈസ് ദി സെന്റർ ഓഫ് സർക്കിൾ. ABC. BO ജോയിൻ ചെയ്യാൻ PO ജോയിൻ ചെയ്ത് പുറത്തേക്ക് നീട്ടി ദാറ്റ് ഈസ് P. ഇനി നോക്കാം. ലെറ്റ് ദിസ് ആംഗിൾ, അതായത് ആംഗിൾ ABO X എന്ന് കിട്ടും. ആൻഡ് CBOY എന്ന് എടുക്കുക. ലെറ്റ് ദിസ് ആംഗിൾ ഈസ് X ഡിഗ്രി. അതായത് ഈ ആംഗിളിന്റെ മെഷർ ഞാൻ X എന്ന് എടുക്കുന്നു, ഈ ആംഗിളിന്റെ മെഷർ ഞാൻ Y എന്ന് എടുക്കുന്നു. അപ്പോൾ നോക്കുക, ഇതൊരു ഐസോസിലസ് ട്രയാങ്കിളാണ്. OBയും OAയും ഈക്വൽ ആണ് അല്ലേ. ഇപ്പോൾ ഒരു 2 സൈഡ് ഈക്വൽ ആയ ട്രയാങ്കിൾ ആണ്. 2 സൈഡ് ഈക്വൽ ആയ ട്രയാങ്കിൾ ആകുമ്പോൾ ഈക്വൽ സൈഡ്സിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇത് എക്സ് ആകുമ്പോൾ ഇത് എത്രയായിരിക്കണം? ഈ എക്സ് തന്നെയായിരിക്കും. ABO എന്ന് പറയുന്നത് OBA എക്സ് ആണെങ്കിൽ OABയും എക്സ് തന്നെയായിരിക്കും. കാരണം ഐസോസെലസ് ട്രയാങ്കിൾ. അതുപോലെ ഇത് Y ആകുമ്പോൾ ഇത് എത്രയായിരിക്കും? Y തന്നെയായിരിക്കും. അതായത് OCBയും Y തന്നെയായിരിക്കും. ഇനി നോക്കിക്കേ, ഒരു ട്രയാങ്കിളിന്റെ ഒരു സൈഡ് പ്രൊഡ്യൂസ് ചെയ്താണിത്. അപ്പോൾ ഉണ്ടാവുന്ന ഔട്ടർ ആംഗിൾ എന്ന് പറയും. ഈ ഔട്ടർ ആംഗിൾ ഒരു വെർട്ടെക്സിൽ ഉണ്ടാവുന്ന ഔട്ടർ ആംഗിളിന്റെ അളവ് മറ്റ് 2 വെർട്ടെക്സിലെ ഇന്നർ ആംഗിൾസിന്റെ സമ്മിന് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇത് എക്സും ഇത് എക്സും ആണെങ്കിൽ ഇത് 2x ആയിരിക്കും കേട്ടോ. ഔട്ടർ ആംഗിൾ അറ്റ് 1 വെർട്ടെക്സ് ഈസ് ഈക്വൽ ടു സം ഓഫ് ദി ഇന്നർ ആംഗിൾ അറ്റ് ദി അതർ 2 വെർട്ടെക്സ്. ഏതൊരു ട്രയാങ്കിളുടെയും ഒരു സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന്റെ ഔട്ടർ ആംഗിൾ കിട്ടും. അതിന്റെ മെഷർ എപ്പോഴും അതിന്റെ മറ്റ് 2 വെർട്ടെക്സിലുള്ള ഇന്നർ ആംഗിൾസിന്റെ സമ്മിന് ഈക്വൽ ആയിരിക്കും. അതുപോലെ അടുത്ത ട്രയാങ്കിൾ ഇതുപോലെ ഇത് വൈയും ഇത് വൈ ആകുമ്പോൾ ഇത് എത്ര വരും? Y പ്ലസ് Y 2y വരും. ഓക്കെ, ഇനി ഇവിടെ ABC എന്ന് പറഞ്ഞാൽ X പ്ലസ് Y ആണ്. AOC വരുമ്പോഴോ 2x പ്ലസ് 2y എന്ന് കിട്ടും. അപ്പോൾ AOC 2x പ്ലസ് 2y എന്നുള്ളത് നമുക്ക് 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ എന്ന് എഴുതാം. 2x പ്ലസ് 2y 2 കോമൺ വെളിയിൽ എടുക്കാം. അപ്പൊ 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ ABC ആണ്. അപ്പൊ 2 ഇൻറ്റു ആംഗിൾ ABC. അപ്പൊ AOC എന്ന് പറയുന്ന ആംഗിള് 2 ഇൻറ്റു ആംഗിൾ ABC ആണ്. അത് നമ്മളിവിടെ കണ്ടതാണ്. ഇതിന്റെ ഹാഫ് ആയിരിക്കും എപ്പോഴും, ഇതിന്റെ ട്വൈസ് ആയിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ABC ഈക്വൽ ടു ഹാഫ് AOC എന്ന് എഴുതാം. അപ്പോൾ ABC എന്ന് പറയുന്ന ഈ ആർക്കിലെ ആംഗിള്
അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കായ ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആണ്. അതാണ് നമ്മൾ ഇവിടെ കണ്ടത്. അതൊന്ന് പ്രൂവ് ചെയ്താണിത്. അപ്പോൾ എ ബി സി ഈക്വൽ ടു ഹാഫ് എ ഒ സി. ഇത് ഇപ്പോൾ നമ്മളൊരു വലിയ ആർക്കാണ് എടുത്തത്. ഇനി ഇത് തന്നെ ചെറിയ സെമി സർക്കിൾ ആകുമ്പോഴത്തെ കേസ് ഇതുപോലെ തന്നെയാണ്. സെമി സർക്കിൾ ആകുമ്പോഴും കണ്ടോ, ഇത് സെമി സർക്കിൾ ആണ് എ ബി സി. ഇവിടെ മോർ ദാൻ സെമി സർക്കിൾ ആയിട്ട് ലാർജർ ദാൻ സെമി സർക്കിൾ ആണ്. അതുപോലെ തന്നെ സെമി സർക്കിളിനേക്കാൾ ചെറിയ ആർക്കും വരാം. കണ്ടോ, ലെസ് ദാൻ സെമി സർക്കിൾ. ഇതിന്റെ എല്ലാ കേസിലും ഇത് ഈ എക്സ് ആകുമ്പോൾ ഇത് എക്സ്, അപ്പോൾ ഇത് എക്സ് പ്ലസ് എക്സ് 2x, ഇത് വൈ ആകുമ്പോൾ ഇത് വൈ പ്ലസ് വൈ 2y. കാരണം ഐസോസെൽസ് ട്രയാങ്കിളിന്റെ പ്രോപ്പർട്ടി തന്നെ. അപ്പോൾ ഇത് 2x പ്ലസ് 2y ആവും, ഇത് എക്സ് പ്ലസ് വൈ ആവും. ഇത് നമുക്കറിയാം 180 ആണ്. 180യുടെ ഹാഫ് ഇത് 90 ആയിരിക്കും. ഇവിടെ ആണെങ്കിലും 2x പ്ലസ് 2y, ഇവിടെ എക്സ് പ്ലസ് വൈ. അപ്പോൾ എക്സ് പ്ലസ് വൈയുടെ ചോയ്സ് ആണ് 2x പ്ലസ് 2y. അപ്പോൾ ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിള് എപ്പോഴും ഇതിന്റെ ചോയ്സ് ആയിരിക്കും. നേരെ തിരിച്ചു പറഞ്ഞാൽ ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും ഓൾട്ടർനേറ്റ് ആർക്കിലെ ആംഗിള്. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി നമ്മൾ പ്രൂവ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആണ് ആംഗിൾ ഇൻ ആൻ ആർക്ക് എന്ന് കിട്ടി. ഓക്കെ, ഇത് നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലത്തിലേക്ക് വയ്ക്കാം. ഫൈൻഡ് എക്സ് ഇൻ ദി ഫോളോയിങ്. കുറച്ച് എക്സാമ്പിൾസ് ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആണ്. ഇതാ ഒരു സർക്കിൾ തന്നിട്ടുണ്ട്. അതിന്റെ സെന്റർ ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. സെന്ററിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആംഗിൾ 90 ആണ്. വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് എക്സ് ഇൻ ദിസ് ക്വസ്റ്റ്യൻ? എത്രയായിരിക്കും? ഇതിന്റെ ഹാഫ് ആണിത്. അങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്. ഈ ആർക്ക് സെന്ററിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആംഗിളാണിത്, അതിന്റെ ഹാഫ് ആയിരിക്കും ഇത്. അപ്പോൾ അതായത് എക്സ് എന്ന് പറയുന്നത് 90/2, ദാറ്റ് ഈസ് 45 ഡിഗ്രി. വേറെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ 50 ഡിഗ്രി ആംഗിൾ ഞാൻ ആർക്ക് തന്നിട്ടുണ്ട്. അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ആണ് എക്സ്. എക്സ് എത്രയായിരിക്കും? എക്സ് ഈക്വൽ ടു ഇതിന്റെ ടോയ്സ് പറഞ്ഞ 2 × 50. ഇതിന്റെ ഹാഫ് ആണിത്, ഇതിന്റെ ടോയ്സ് ആണിത്. 2 × 50 എത്രയാണ്? 100 ആണ്. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ കണ്ടോ. ഈ ആർക്ക് സെന്ററിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആംഗിൾ ഇതാണ്. അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ 200 തന്നിട്ടുണ്ട്. ഈ ആംഗിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എക്സ് എന്തോരും ഇവിടെ? എക്സ് എന്ന് പറഞ്ഞ അതായത് ഈ ആംഗിള് ഇതിന്റെ ഹാഫ് ആണ്, 200ന്റെ ഹാഫ് ആണ്. ഇതിന്റെ ഹാഫ് ഇതിന്റെ ഇപ്പുറം വരുന്നത്. അതായത് ഈ ആംഗിളിന്റെ ഹാഫ് ഇതിന്റെ പുറകിൽ വരുന്നത്. രണ്ടും ഒരേ സൈഡിൽ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഒരേ സൈഡിൽ. അപ്പോൾ ഈ ആംഗിൾ 200 ആകുമ്പോൾ ഇതിന്റെ എക്സിന്റെ വാല്യൂ 200/2, ദാറ്റ് ഈസ് 100 എന്ന് കിട്ടും. വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദി ടെക്സ്റ്റ് ബുക്കിലെ ഒരു ക്വസ്റ്റ്യൻ, വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദി സർക്കിൾ ഈസ് ദി ആർക്ക് മാർക്ക്ഡ് ഇൻ ദി പിക്ചർ? ഈ ചിത്രത്തില് ഒരു റെഡ് കളറിൽ ആർക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിലെ ആംഗിൾ 40 ആണ്. എങ്കിൽ ഈ ലെങ്ത് ഓഫ് ദി ആർക്ക് മൊത്തം സർക്കിളിന്റെ എത്ര പാർട്ടായിരിക്കും? ഇവിടെ 40 ആവുമ്പോൾ ഇത് സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? സെന്ററിൽ 80 ഡിഗ്രി അല്ലെ? സെന്ററിൽ ഉണ്ടാക്കുന്നത് 80 ഡിഗ്രി ആയിരിക്കും. അപ്പൊ 80 ഡിഗ്രി സെന്ററിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിന്റെ ചോയ്സ് ആണിത്. മൊത്തം 360 വരുമ്പോഴാണ് സർക്കിൾ ആവുന്നത് അല്ലെ? മൊത്തം 360 ഡിഗ്രി വരുമ്പോൾ സർക്കിൾ ആവും. ഇത് 80 ഡിഗ്രിയാണ്. അപ്പൊ 80 ഔട്ട് ഓഫ് 360 അതാണ് ഇതിന്റെ ഫ്രാക്ഷൻ. അതായത് ഫ്രാക്ഷൻ ഈസ് ഈക്വൽ ടു 80/360. കാരണം മൊത്തം 360 ഡിഗ്രി ആകുമ്പോൾ സർക്കിൾ ആവും. അതിൽ 80 ഡിഗ്രി ചെയ്തുള്ളൂ. സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 80. അപ്പൊ 80/360, ദാറ്റ് ഈസ് 2/9 പാർട്ട് ഓഫ് ദി സർക്കിൾ ഈസ് ദിസ്. ടെക്സ്റ്റ് ബുക്കിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. When the corners of a bent wire is placed at different positions of circles, what fraction of the circles would it contain? അതുകൊണ്ടാ ഈ സർക്കിള് അതിന്റെ സെന്ററിൽ ഒരു ആംഗിൾ വെച്ചിരിക്കുന്നു. അതായത് കോർണർ ഓഫ് ദി ബെൻഡ് വയർ, ഒരു ബെൻഡ് വയറാണിത്. അതിന്റെ കോർണർ ഇവിടെ സെന്ററിൽ വെച്ചിരിക്കുന്നു. ഇവിടെ സർക്കിളിൽ ഒരു പോയിന്റ് വെച്ചിരിക്കുന്നു. ഇത് മറ്റൊരു സർക്കിളിൽ ഒരു പോയിന്റ് വെച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ആർക്ക് ഇവിടെ ഈ സർക്കിളിന്റെ 1/10 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ഈ ആർക്ക് ഈ സർക്കിളിന്റെ എത്ര പാർട്ടാണ്? ഈ ആർക്കും ഈ സർക്കിളിന്റെ എത്ര പാർട്ടാണ്? അത്രയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇത് സെന്ററിലാണ് വെച്ചപ്പോഴാണ് 1/10. അപ്പൊ ഈ ആംഗിൾ എക്സ് ആണെന്ന് എടുത്താൽ ഇതും എക്സ് ആയിരിക്കുമല്ലോ അല്ലെ? ഈ ആംഗിൾ എക്സ് ആണ്, ഇതും എക്സ് ആണ്, ഇതും എക്സ് ആണ്. കാരണം സെയിം ബെൻഡ് വയർ ആണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ സെന്ററിൽ വെച്ചിരിക്കുന്നു, ഇവിടെ ആൺ ദി സർക്കിൾ വെച്ചിരിക്കുന്നു, ഇവിടെ മറ്റൊരു സർക്കിളിന്റെ പോയിന്റിൽ വെച്ചിരിക്കുന്നു. അത്രേ ഉള്ളൂ വ്യത്യാസം. അപ്പൊ നോക്കിയേ, ഇത് എക്സ് ഡിഗ്രി ആകുമ്പോൾ 1/10 പാർട്ടാണ്. അപ്പൊ ഇവിടെ എക്സ് ആകുമ്പോൾ ഇത് സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? സെന്ററിൽ ഇത് 2x വരും, എക്സിന്റെ ടോയ്സ്.
അപ്പോൾ ഇവിടെ കണ്ടോ സെൻട്രൽ ആംഗിൾ ചോയ്സ് ആയി. അപ്പോൾ എക്സ് ഡിഗ്രി ആകുമ്പോൾ 1/10 പാർട്ട്, സെൻട്രൽ ആംഗിൾ അതിന് ചോയ്സ് ആയി കഴിഞ്ഞാൽ 2/10. 2/10 എന്ന് പറഞ്ഞാൽ എത്രയാ? 1/5. വെട്ടി കുറയ്ക്കാട്ടോ. 2/10 എന്ന് പറഞ്ഞാൽ 1/5 എന്ന് എഴുതാം. ഇവിടെ അതുപോലെ തന്നെ ഇത് ഈ സർക്കിളിന്റെ 2/10 പാർട്ടാണ്, ഈ സർക്കിളിന്റെ 2/10 പാർട്ടായിരിക്കും. അത്ര ഉള്ളൂ വ്യത്യാസം. ഇത് രണ്ടും ലെങ്ത് ഓഫ് ആർക്ക് സെയിം അല്ല, പക്ഷേ ഈ സർക്കിളിന്റെ 2/10 അല്ലെങ്കിൽ 1/5 പാർട്ടാണ് ഇത്രയും. ഈ സർക്കിളിന്റെ 2/10 പാർട്ട് അല്ലെങ്കിൽ 1/5 പാർട്ടാണ് ഇത്രയും. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ 2 ചോദ്യങ്ങളാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഒരു ആർക്കിലുണ്ടാക്കുന്ന ആംഗിള് അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിന്റെ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കുന്ന ആ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ പഠിച്ചത്. അതുപയോഗിച്ച് കുറച്ച് പ്രോബ്ലംസ് ചെയ്തു. ഇത് ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലമാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.